ഫുക്രിയിലേക്ക് സ്വാഗതം. കോങ്കോക്കെതിരായ മത്സരത്തിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ കൊണ്ടുള്ള ഇരിക്കപ്പുറതിയില്ലായ്മ ഭയങ്കരമാണ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 തീരെ മങ്ങിപ്പോയി ആ കളിയിൽ. അദ്ദേഹം വെറും 25 തവണയാണ് പന്തൊന്ന് തൊട്ടത്. 3 ഷോട്ട് ഗോളിലടിച്ചു, ഗോൾ പോസ്റ്റിലടിച്ചു, 3 പുറത്തു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം വളരെ നിരാശാജനകമായ ദയനീയമായ കളിയാണ് കളിച്ചത്. അതിനുശേഷം ക്രിസ്ത്യാനോയെ ആ ടീമിൽ ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരും വിലവെക്കുന്നില്ല എന്നൊക്കെ തുടങ്ങി 100,000 പരാതികളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക്. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കണം ഇപ്പോൾ പോർച്ചുഗലിൻ്റെ മറ്റൊരു താരമായ ഫ്രാൻസിസ്കോ കോൺസിസാവോയോട് വാർത്താസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ടോ? അതായത് എല്ലാ പന്തും നിങ്ങളുടെ കാലിൽ കിട്ടുന്ന ഈ ബാക്കി 10 കളിക്കാരുടെ കാലിൽ കിട്ടുന്ന പന്തും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് ചെയ്യുക എന്ന സമ്മർദ്ദം നിങ്ങൾക്കുണ്ടോ? അതല്ലാതെ നിങ്ങളുടെ മുന്നിൽ വേറൊരു വഴിയില്ലേ? ഇപ്പോൾ മറ്റൊരു കളിക്കാരൻ നല്ല പൊസിഷനിലാണ്, റൊണാൾഡോയിനേക്കാൾ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് പാസ് ചെയ്യാൻ പറ്റാതെ ഇത് CR7 തന്നെ പാസ് ചെയ്യേണ്ട ഒരു ഗതികേട്, ഒരു സമ്മർദ്ദം നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് കോൺസിസാവോ കൃത്യമായി ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. വി ആർ നോട്ട് ഒബ്ലിഗേറ്റഡ് ടു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. CR7 പൊസിഷനിലാണെങ്കിൽ പാസ് ചെയ്യും. അതല്ല, CR7നേക്കാൾ മികച്ച നിലയിൽ പൊസിഷൻഡായിട്ട് ഒരു കളിക്കാരുണ്ടെങ്കിൽ അയാൾക്ക് പാസ് ചെയ്യും. കളിക്കിടയിൽ ഇന്നയാൾക്കൊന്നും നോക്കാൻ നേരില്ല, പൊസിഷനുകളാണ് നോക്കുന്നത്. ഏറ്റവും നല്ല പൊസിഷനിൽ ആരാണോ നിൽക്കുന്നത് അവർക്ക് പാസ് ചെയ്യും. അല്ലാതെ എല്ലാ പന്തും റൊണാൾഡോയ്ക്ക് കൊടുക്കാൻ യാതൊരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് പോർച്ചുഗൽ താരം കോൺസിസാവോ വളരെ കൃത്യമായിട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അതാണ് ആ സമ്മർദ്ദം. നമുക്ക് കളി കാണുമ്പോൾ അറിയാം, നമുക്ക് അങ്ങനെ തോന്നും. ബാക്കി 10 കളിക്കാരും റൊണാൾഡോയ്ക്ക് പന്തെത്തിക്കുക, എന്നിട്ട് റൊണാൾഡോ ഗോളടിക്കുക, എന്നിട്ട് പോർച്ചുഗൽ ജയിക്കുക. ഇങ്ങനൊരു സമ്മർദ്ദമുണ്ട്, ഇങ്ങനൊരു അലിഖിത നിയമമുണ്ട് എന്ന് തോന്നും. ആ രീതിയിലാണ്. അങ്ങനെ ഒന്നുമില്ല എന്ന് കോൺസിസാവോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ കളിക്കുമ്പോൾ ആരാ എന്താ ഒന്നൊന്നും നോക്കാറില്ല, പൊസിഷനുകൾ നോക്കും. കൃത്യം പൊസിഷനിലുള്ള ആൾക്ക് പാസ് ചെയ്യും. ക്രിസ്ത്യാനോ റൊണാൾഡോ പൊസിഷനിലാണെങ്കിൽ അയാൾക്ക് പാസ് ചെയ്യും. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അതുല്യ പ്രതിഭയാണ്. ഏത് ആംഗിളിൽ നിന്നും എങ്ങനെയും ഗോളടിക്കാൻ കഴിയുന്ന അസാമാന്യ ഗോളടി മികവുള്ള ഒരു കളിക്കാരനാണ് അദ്ദേഹം. ഏത് സാഹചര്യത്തിൽ അദ്ദേഹത്തോളം ഗോളടി മികവുള്ള താരങ്ങൾ വളരെ കുറവാണ് എന്നെല്ലാം കോൺസിസാവോ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ. അതായത് റൊണാൾഡോയുടെ ഒരു തരത്തിലുള്ള ബഹുമാനക്കുറവും കാണിക്കുന്നില്ല കോൺസിസാവോ. അസാധ്യ താരമാണ് റൊണാൾഡോ. ഏത് ആംഗിളിൽ നിന്നും ഗോളടിക്കാവുന്ന, ഏത് സാഹചര്യത്തിലും ഗോളടിക്കാവുന്ന മികച്ച കളിക്കാരനാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺസിസാവോ ഒരു കാര്യം പറയുന്നത്. എന്നാൽ അതിനർത്ഥം എല്ലാ പന്തും കിട്ടുന്ന 100% പന്തും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് ചെയ്യുക എന്നുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് ഫ്രാൻസിസ്കോ കോൺസിസാവോ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടിയാണെങ്കിലും അതെല്ലാ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് കൂടിയുള്ള മറുപടിയാണ്. ഇത് ഫുട്ബോളാണ്. ഫുട്ബോളിൽ 11 പേരാണ് കളിക്കുന്നത്. 11 പേരും ആ ടീമുമാണ് പ്രധാനം, അല്ലാതെ ഒരു വ്യക്തിയല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവരോട് ഒന്നും പറയാനില്ല, നല്ല നമസ്കാരം പറയുക നിവൃത്തിയുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കിട്ടേണ്ട പന്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കിട്ടും. അതല്ല, അതിലും മികച്ച പൊസിഷനിൽ മറ്റു കളിക്കാരുണ്ടെങ്കിൽ അവർക്ക് പാസ് ചെയ്യും. അത് തന്നെയാണ് കോൺസിസാവോ, അത് തന്നെയാണ് ഫുട്ബോളിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ടീം ഗെയിമും ഫുട്ബോളിൽ അതാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടതും. അക്കാര്യത്തിൽ തർക്കമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോമില്ലായ്മ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഫോമില്ലായ്മയാണ്. അത് എല്ലാ കളിക്കാർക്കും ഉണ്ടാവുന്നതാണ്. അപ്പുറം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഭയങ്കരമായി പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ല. പന്ത് കിട്ടേണ്ട സമയത്ത് കിട്ടും, അത് ഗോളടിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജോലി. അത് കൃത്യമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്ത ഈ പ്രശ്നങ്ങളെല്ലാം തീരും.